നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ തുറന്നത് ഒരിക്കലും യാദൃശ്ചികമല്ല. നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനേകം വീഡിയോകൾ കടന്നുപോയി. പക്ഷെ നിങ്ങൾ ഇവിടെ നിർത്തി. എന്തുകൊണ്ടാണ്? കാരണം ഈ സന്ദേശം നിങ്ങൾക്കാണ്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു സാധാരണ പ്രവചനമല്ല, ഒരു രാശിഫലമല്ല, ഒരു ടൈം പാസ് വീഡിയോ അല്ല. ഇതൊരു ദൈവ സൂചനയാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു ഗ്രഹമല്ല. ജ്യോതിഷത്തിൽ ചന്ദ്രൻ മനസ്സിന്റെ അധിപൻ എന്നാണ് പറയുന്നത്. വേദങ്ങളിൽ ചന്ദ്രനെ മനോനാഥൻ എന്ന് വിളിക്കുന്നു. നമ്മുടെ സന്തോഷവും നമ്മുടെ വിഷാദവും നമ്മുടെ പേടിയും നമ്മുടെ പ്രതീക്ഷയും എല്ലാം ചന്ദ്രശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ചന്ദ്രപ്രകാശം എപ്പോഴാണ് കൂടുതൽ മനോഹരം? ഇരുട്ടിലാണ്, അല്ലെ? അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു ഇരുട്ട് ഘട്ടത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് ആരും മനസ്സിലാക്കാത്ത ഒരു വേദനയാണ്, പറയാൻ കഴിയാത്ത ഒരു ആശങ്കയാണ്, ഒരുപാട് ചിന്തകളാണ്, ഉറക്കമില്ലാത്ത രാത്രികളാണ്. ശരിയല്ലേ? പക്ഷേ ഓർക്കുക, ഇരുട്ട് എത്രത്തോളം കൂടുന്നുവോ ചന്ദ്രപ്രകാശം അത്രയും വ്യക്തമായിട്ട് കാണാമെന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ചെറിയ ആത്മീയ യാത്രയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ യാത്രയിൽ നിങ്ങൾ 3 ചന്ദ്രപ്രഭകളിൽ ഒന്ന് തിരഞ്ഞെടുക്കും. ആ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മനസ്സ് ചെയ്യും, നിങ്ങളുടെ ആത്മാവ് ചെയ്യും. നിങ്ങളുടെ അന്ധകരണമാണ് ഇത് തിരഞ്ഞെടുക്കുക, ഞാനല്ല. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് നേരെ ഇരിക്കുക. 2 കൈകളും സൗകര്യപ്രദമായിട്ട് വയ്ക്കുക. കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ഒരു ദീർഘനിശ്വാസം എടുക്കുക. ഇപ്പോൾ പതുക്കെ പുറത്തേക്ക് വിടുക. വീണ്ടും ഒരിക്കൽ കൂടി ആഴത്തിൽ ശ്വസിക്കുക. പുറത്തേക്ക് വിടുക. നിങ്ങളുടെ നെഞ്ചിൽ അടിഞ്ഞിരിക്കുന്ന ഭാരം ഈ ശ്വാസത്തോടൊപ്പം പുറത്തേക്ക് പോകുന്നു എന്ന് അനുഭവിക്കുക. നിങ്ങളുടെ തലയിലുള്ള ആശങ്കകൾ മങ്ങിപ്പോകുന്നു. നിങ്ങളുടെ ഹൃദയം ശാന്തമാകുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു തുറന്ന ആകാശത്തിന് കീഴിൽ നിൽക്കുന്നു എന്ന് ചിന്തിക്കുക. ആകാശം ഇരുണ്ട നീല നിറത്തിലാണ്. ചുറ്റും നിശബ്ദത. കാറ്റ് മന്ദഗതിയിൽ വീശുന്നുണ്ട്. അപ്പോഴാണ് ആകാശത്തിൽ 3 ചന്ദ്രപ്രഭകൾ തെളിയുന്നത്. ഒന്ന് വെള്ളി നിറത്തിൽ തിളങ്ങുന്നു, ഒന്ന് നീല നിറത്തിൽ ശാന്തമായി പ്രകാശിക്കുന്നു, ഒന്ന് സ്വർണപ്രഭയോടെ ദീപ്തമായി തെളിയുന്നു. ഈ 3 ചന്ദ്രപ്രഭകളിൽ നിങ്ങളുടെ കണ്ണ് സ്വാഭാവികമായി ഏത് ചന്ദ്രനിലേക്കാണ് പോകുന്നത്? അതാണ് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്. തിടുക്കപ്പെടരുത്. നിങ്ങളുടെ ഹൃദയം പറയുന്നത് നിങ്ങൾ കേൾക്കുക. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു ചിത്രം തിരഞ്ഞെടുത്തോ? നിങ്ങൾ ചെയ്ത തിരഞ്ഞെടുപ്പ് ഒരിക്കലും ഒരു കളിയല്ല. നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നമ്മൾ അറിയാത്ത ചില സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു സൂചന നൽകും. ചന്ദ്രൻ മാറ്റത്തിന്റെ പ്രതീകമാണ്. ചന്ദ്രൻ ഒരിക്കലും ഒരേ രൂപത്തിൽ നിൽക്കില്ല. അമാവാസി, ശുക്ലപക്ഷം, പൗർണമി അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവും മാറുകയാണ്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഫലം ഒരു വിധി നിർണയമല്ല. ഇത് ഒരു വഴികാട്ടിയാണ്. ദൈവം നമ്മെ മുന്നറിയിപ്പ് നൽകുന്നതാണ്, സൂചന നൽകുന്നതാണ്. പക്ഷെ തീരുമാനമെടുക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഭയം വേണ്ട, വിശ്വാസം മാത്രം വേണം. ഇപ്പോൾ മനസ്സിൽ ഒരു പ്രാർത്ഥന പറയുക. ദൈവമേ, എനിക്ക് വേണ്ട സന്ദേശം ഇന്ന് ഇവിടെ നിന്ന് എനിക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തത അനുഭവപ്പെടുന്നുണ്ടോ? അതുതന്നെയാണ് ദൈവ സാന്നിധ്യം. ഇനി അടുത്തതായിട്ട് ചന്ദ്രപ്രഭയുടെ ആഴത്തിലുള്ള ദൈവിക സന്ദേശം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ മനസ്സ് തുറന്നു വയ്ക്കുക. കാരണം ഈ 30 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റാൻ സാധ്യതയുള്ളവയാണ്. അപ്പൊ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് സഹായിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ചന്ദ്രനെ തിരഞ്ഞെടുത്ത, അതായത് വെള്ളി നിറത്തിലുള്ള പൂർണ്ണചന്ദ്രനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് വെള്ളി നിറത്തിലുള്ള പൂർണ്ണചന്ദ്രനാണ്. ഇതൊരിക്കലും യാദൃശ്ചികമല്ല. പൂർണ്ണചന്ദ്രൻ സമ്പൂർണതയുടെ അടയാളമാണ്. പൂർണ്ണചന്ദ്രൻ പൂർത്തീകരണത്തിന്റെ സൂചനയാണ്. പൂർണ്ണചന്ദ്രൻ ഒരു ചക്രത്തിന്റെ അവസാനവും പുതിയ തുടക്കത്തിന്റെ ആദ്യ പടിയുമാണ്. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം നോർമൽ പോലെ തോന്നാം. പക്ഷെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് അനിശ്ചിതത്വമുണ്ട്. എൻ്റെ സമയം എപ്പോഴാണ് മാറുന്നത് എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റെന്താണ്?
എന്ന സംശയം നിങ്ങളുടെ മനസ്സിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടതായിട്ട് അനുഭവിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആരോടും പറയാതെ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പൂർണ്ണചന്ദ്രനെ തിരഞ്ഞെടുത്തത്. കാരണം നിങ്ങളുടെ ആത്മാവിപ്പോൾ സമാപനം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത 30 ദിവസത്തെ പ്രധാന സന്ദേശങ്ങളായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ വരുന്ന 30 ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അടച്ചുപൂട്ടൽ കാലമാണ്. ഒരു പഴയ അധ്യായം അവസാനിക്കും, ഒരു പഴയ വിഷമം തീരും, ഒരു നീണ്ട കാത്തിരിപ്പ് പൂർത്തിയാകും. ഇത് ഒരൊറ്റ വലിയ സംഭവമായിരിക്കണമെന്നില്ല, പക്ഷെ അത് നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും എന്നതാണ് സത്യം. നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ഉറക്കം മെച്ചപ്പെടും, പഴയ വേദനകൾ കുറയും, ഭയം കുറഞ്ഞു വരും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും നിങ്ങൾ അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പിടിച്ചു നിന്നിരുന്നു എന്നുള്ളത്. അത് ഒരുപക്ഷെ ചില ബന്ധങ്ങളാകാം, ചില ഓർമ്മകളാകാം, ചില പ്രതീക്ഷകളാകാം. ഇപ്പോൾ ദൈവം നിങ്ങളോട് പറയുന്നത് അതൊക്കെയും വിടൂ എന്നാണ്. പൂർണ്ണചന്ദ്രൻ ധനസ്ഥിരതയുടെ സൂചനയാണ്. വലിയ പണമൊഴുക്കല്ല, പക്ഷേ കുടിശ്ശിക കിട്ടാനുള്ള സാധ്യതയുണ്ട്. മുടങ്ങിയ പണം തിരികെ വരുന്ന ഒരു സാധ്യതയുണ്ട്. ചെറിയ അധിക വരുമാനം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരാം. നിങ്ങൾ പണം കുറവായിട്ട് അനുഭവിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നെങ്കിൽ അത് ക്രമേണ മെച്ചപ്പെടുന്നതായിരിക്കും. പക്ഷെ ഒരു മുന്നറിയിപ്പുണ്ട്, ഈ 30 ദിവസം ആവേശത്തിൽ വലിയ ചിലവുകൾ ചെയ്യരുത് എന്നതാണ്. ഇനി നിങ്ങളുടെ ബന്ധങ്ങളെയും കുടുംബത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റിദ്ധാരണ നീണ്ടുനിന്നു എന്നതാണ് സത്യം. ഒരാൾ നിങ്ങളെ തെറ്റായി മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ തെറ്റായി മനസ്സിലാക്കി. സംസാരിക്കാത്ത രണ്ടുപേരും ഈ മാസം വീണ്ടും സംസാരിക്കാൻ തുടങ്ങും എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരാൾ മാപ്പ് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ മാപ്പ് നൽകും. ഇത് നിങ്ങളുടെ ഹൃദയഭാരം കുറക്കുന്നതായിരിക്കും. വീട്ടിലെ ചെറിയൊരു സന്തോഷ വാർത്ത കടന്നു വരും. ഒരു ആരോഗ്യ പ്രശ്നം മെച്ചപ്പെടും, ഒരു കുടുംബ തർക്കം ശമിക്കും, വീട്ടിൽ സമാധാനം ക്രമേണ ഉയരും. ഇനി അതുപോലെ തന്നെ പൂർണ്ണചന്ദ്രൻ തിരഞ്ഞെടുക്കുന്നവർ ആത്മീയമായിട്ട് ശക്തരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നിങ്ങളത് തിരിച്ചറിയുന്നില്ല. ഈ 30 ദിവസം നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് അടുപ്പിക്കപ്പെടും. നിങ്ങൾ രാത്രി ആകാശം നോക്കി നിൽക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ശാന്തത അനുഭവപ്പെടും. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ ഇല്ലാതാവാനായിട്ട്, നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ ഇല്ലാതാവാനായിട്ട്, ജീവിതത്തിൽ സന്തോഷം കടന്നു വരാനായിട്ട്, ഭാഗ്യം എത്രയും പെട്ടെന്ന് നിങ്ങളെ തേടിയെത്താനായിട്ട് ചെയ്യേണ്ട ചില ആത്മീയ പരിഹാരങ്ങളുണ്ട്. 30 ദിവസം തുടർച്ചയായിട്ട് രാത്രി 9 മണിക്ക് ശേഷം 21 പ്രാവശ്യം ജപിക്കുക ഓം സോമായ നമഃ എന്ന മന്ത്രം. നിത്യവും 30 ദിവസം തുടർച്ചയായിട്ട് രാത്രി കിടക്കുന്നതിന് മുൻപേ ഒരു 9 മണിക്ക് ശേഷം 21 പ്രാവശ്യം ഓം സോമായ നമഃ എന്ന് ജപിക്കുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ വെള്ള നിറത്തിലുള്ള പൂവ് അർപ്പിക്കുക. ഇത് നിങ്ങളുടെ ചന്ദ്രദോഷം ശമിപ്പിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, പൗർണമി ദിവസം തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ എപ്പോഴും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. പഴയ കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യരുത്. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ദൈവം നൽകുന്ന ചില സൂചനകളുണ്ട്. നിങ്ങൾക്ക് തോന്നിയേക്കാം, എനിക്ക് മാത്രം എന്തുകൊണ്ട് പരീക്ഷണം? പക്ഷേ ഓർക്കുക, ദൈവം ശക്തരെയെ പരീക്ഷിക്കൂ. നിങ്ങൾ തളർന്നിട്ടില്ല, നിങ്ങൾ തകർന്നിട്ടില്ല, നിങ്ങൾ രൂപം മാറുകയാണ്. പൂർണ്ണചന്ദ്രൻ മാറ്റത്തിന്റെ അവസാന ഘട്ടമാണ്. അതിനുശേഷം പുതിയ ആരംഭമായിരിക്കും. ഈ 30 ദിവസം നിങ്ങൾക്ക് വലിയ പൊട്ടിത്തെറി മാറ്റമല്ല നൽകുക, പക്ഷേ ഒരു ആഴത്തിലുള്ള മനസമാധാനമായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹവും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതിനായിട്ട് ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള വെള്ളി ചന്ദ്രനെ തിരഞ്ഞെടുത്ത, വെള്ളി നിറത്തിലുള്ള പൂർണ്ണചന്ദ്രനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള നീല നിറത്തിലുള്ള ശാന്തമായിട്ടുള്ള ചന്ദ്രനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് നീല നിറത്തിലുള്ള ശാന്തമായിട്ടുള്ള ചന്ദ്രനാണെങ്കിൽ ഇത് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. നീല നിറം എന്ന് പറയുന്നത് എന്തിന്റെ പ്രതീകമാണ്? ശാന്തത, ആഴം, അന്തരംഗം, ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങൾ, ഇതിന്റെയൊക്കെയും പ്രതീകമാണ് നീലനിറം എന്ന് പറയുന്നത്. ഈ ചന്ദ്രപ്രഭ തിരഞ്ഞെടുക്കുന്നവർ പുറമേ ശാന്തരായിട്ട് തോന്നും, പക്ഷെ ഉള്ളിൽ ഒരു സമുദ്രം പോലെ വികാരങ്ങൾ നിറഞ്ഞിരിക്കും. നിങ്ങൾ പല കാര്യങ്ങളും ആരോടും തുറന്നു പറയാത്ത ആളാണ്. വേദനയുണ്ടെങ്കിൽ നിങ്ങളത് ഉള്ളിൽ തന്നെ അടച്ചു വയ്ക്കും. കരയണമെന്നുണ്ടായാലും നിങ്ങൾ ഒറ്റയ്ക്ക് കരയും, മറ്റുള്ളവരെ കാണിക്കില്ല. ചില രാത്രികൾ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് നടിച്ചിട്ടുണ്ടാകാം. പക്ഷെ ദൈവമെല്ലാം കാണുന്നുണ്ട്.
നിങ്ങളുടെ നിശബ്ദ വേദനയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കണ്ണുനീരും. അടുത്ത 30 ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നീലനിറത്തിലുള്ള ശാന്തചന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ 30 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അപ്രതീക്ഷിത സഹായത്തിന്റെ കാലമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരും. അത് ഒരുപക്ഷെ ഒരു കുടുംബാംഗമാകാം, ഒരു സുഹൃത്താകാം, ഒരു പഴയ പരിചയക്കാരനാകാം, അല്ലെങ്കിൽ പരിചയക്കാരിയാകാം. ഇനി അതുമല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തിയാകാം, ആരുമായിരിക്കാം. പക്ഷെ അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ജോലി, ബിസിനസ് മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ആശങ്കയിലായിരിക്കാം. എൻ്റെ ജോലി സ്ഥിരമാണോ? എനിക്ക് വളർച്ചയുണ്ടാകുമോ? ഞാൻ ശ്രമിക്കുന്നത് ഫലപ്രദമാണോ? ഈ 30 ദിവസങ്ങളിൽ മുടങ്ങിയ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് പോകും. ഒരു പഴയ അവസരം വീണ്ടും തുറക്കപ്പെടും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കോൾ നിങ്ങൾക്ക് ലഭിക്കാം. ഇത് വലിയ സ്ഥാനക്കയറ്റമായിരിക്കണമെന്നില്ല, പക്ഷെ ഒരു മുന്നേറ്റത്തിന്റെ തുടക്കമായിരിക്കും. ഇനി നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീലചന്ദ്രപ്രഭ സ്ഥിരതയുടെ അടയാളമാണ്. പണം പെട്ടെന്ന് ഒഴുകി വരില്ല, പക്ഷേ ചിലവുകൾ നിയന്ത്രണത്തിലാകും. ഒരു ചെറിയ തുക ലഭിക്കും, നഷ്ടങ്ങൾ ഒഴിവാകും. നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ കരുതിയതുപോലെ സ്ഥിതി മോശമല്ല എന്നുള്ളത്. ഇനി നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചും പ്രണയങ്ങളെക്കുറിച്ചും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുണ്ട്. അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ തുറന്നു പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണങ്ങൾ പലതായിരിക്കാം: ഭയം, മുൻ അനുഭവങ്ങൾ, അഹങ്കാരം, സമയത്തിന്റെ അസൗകര്യം. ഈ 30 ദിവസങ്ങളിൽ ഒരു ചെറിയ അടുക്കൽ സംഭവിക്കും. ഒരു മെസ്സേജ്, ഒരു ഫോൺ കോള്, ഒരു സാധാരണ സംഭാഷണം. പക്ഷെ അതിൻ്റെ പിന്നിൽ വലിയ വികാരമുണ്ടാകും. വീട്ടിൽ ചെറിയൊരു ആശങ്കയുണ്ടാകാം, ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കാത്ത വിഷയം. ഈ മാസം അത് ശമിക്കും. നിങ്ങൾ കൂടുതൽ ശാന്തമായിട്ട് പ്രതികരിക്കും. അത് വീട്ടിലെ അന്തരീക്ഷം മാറ്റും. നീലചന്ദ്രപ്രഭ തിരഞ്ഞെടുക്കുന്നവർ ആത്മീയമായിട്ട് ദൈവത്തിന് അടുപ്പമുള്ളവരാണ്. പക്ഷെ നിങ്ങൾക്ക് അത് ബോധ്യമില്ല എന്നതാണ് സത്യം. നിങ്ങൾ ചിലപ്പോൾ ആകാശം നോക്കി ചിന്തിച്ചിട്ടുണ്ടാകും, ദൈവമേ നീ ഉണ്ടോ? അതിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോ. ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ ഈ 30 ദിവസത്തിൽ ഒരു ചെറിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആത്മീയ പരിഹാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായിട്ട്, എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും, നിങ്ങൾക്ക് സാധിക്കുന്ന എല്ലാ തിങ്കളാഴ്ചകളിലും ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ അവിടെ ഒരു ദീപം തെളിയിക്കുക. ഓം നമഃശിവായ മന്ത്രം 108 തവണ ജപിക്കുക. കഴിയുമെങ്കിൽ തിങ്കളാഴ്ച ദിവസം ഉപവാസം നോൽക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന്റെ ഭാരം അകറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമാവാസി ദിവസം വലിയ തീരുമാനങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. ആവേശത്തിൽ വാക്കുകൾ ഉപയോഗിക്കരുത്. പഴയ വേദന വീണ്ടും തുറക്കരുത്. ഈ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ വളരെ ശക്തനായിട്ടുള്ള ഒരാളാണ്, പക്ഷെ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്നതാണ് വാസ്തവം. ഈ 30 ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ വില മനസ്സിലാകും. ഒരാൾ നിങ്ങളെ ബഹുമാനിക്കും, ഒരാൾ നിങ്ങളെ വിലമതിക്കും, ഒരാൾ നിങ്ങളെ നഷ്ടപ്പെടാൻ ഭയക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ വിലയുള്ള ആളാണ്. നീലചന്ദ്രപ്രഭ പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്: ശാന്തതയിൽ ശക്തിയുണ്ട്. നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ ശക്തിയാണ്. ഈ മാസം നിങ്ങൾ കരഞ്ഞ ദിവസങ്ങൾ ചിരിയിലേക്ക് മാറും. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് നിങ്ങളുടെ ഈ ഒരു ഫലങ്ങൾ കൃത്യമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഓം നമഃശിവായ മന്ത്രം സാധിക്കുന്ന സമയങ്ങളിലൊക്കെയും ജപിക്കാവുന്നതാണ്. ഒപ്പം ഈ ഫലങ്ങളിൽ, ഈ സന്ദേശങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള നീലചന്ദ്രപ്രഭ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള സ്വർണ്ണ ദിവ്യചന്ദ്രനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് സ്വർണ്ണ ദിവ്യചന്ദ്രനാണ്. ഇത് സാധാരണ ഒരു തിരഞ്ഞെടുപ്പല്ല. ഇത് ഒരു മാറ്റത്തിന്റെ വിളിയാണ്, ഒരു ദൈവിക ഉണർവാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവിന്റെ സൂചനയാണ്. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, എനിക്ക് എന്തെങ്കിലും വലിയ മാറ്റം വേണം, ഇനി ഇതുപോലെ തുടരാൻ പറ്റില്ല, എൻ്റെ സമയം എപ്പോഴാണ് തുടങ്ങുന്നത്? നിങ്ങൾ കാത്തിരിപ്പ് കാലം കഴിഞ്ഞവരാണ്. നിങ്ങൾ ഒരുപാട് സഹിച്ചു, ഒരുപാട് നഷ്ടപ്പെട്ടു, ഒരുപാട് മൗനമായി കരഞ്ഞു. പക്ഷെ ഇപ്പോൾ ദൈവം പറയുന്നു, ഇനി നീ ഉയരും. അടുത്ത 30 ദിവസം ശക്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഈ 30 ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഷിഫ്റ്റ് പീരീഡാണ്. ഒരു വലിയ തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് വരും.
ഒരു സ്ഥലം മാറ്റം സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി മാറ്റം സംഭവിക്കാം, ഒരു ബന്ധത്തിൽ വ്യക്തത വരും. ഇവയിൽ ഏതെങ്കിലും ഒന്നോ ഒന്നിലധികമോ കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഇത് പെട്ടെന്നായിരിക്കും, നിങ്ങൾ പോലും അതിശയപ്പെടും. ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചും ജീവിതമാറ്റത്തെക്കുറിച്ചും പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏറെ നാളായിട്ട് ഒരു അവസരം കാത്തിരിക്കുകയാണ്. അത് ഒരു വിദേശ അവസരമാകാം, നല്ല ശമ്പളമുള്ള ജോലിയാകാം, സ്വന്തം ബിസിനസ് ആകാം, അല്ലെങ്കിൽ ഒരു വലിയ കരാറാകാം. ഈ 30 ദിവസത്തിൽ അതിൻ്റെ വാതിൽ തുറക്കപ്പെടാം. ഒരു കോള്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത നിർദ്ദേശം, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റും. സ്വർണ്ണചന്ദ്രപ്രഭ സമൃദ്ധിയുടെ പ്രതീകമാണ്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് പണം വന്നു ചേരാം, കുടിശ്ശിക ലഭിക്കാം, പുതിയ വരുമാന മാർഗം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടാം, നിങ്ങളുടെ കടബാധ്യതകൾ പതിയെ കുറഞ്ഞു വരാം. പക്ഷെ ഒരു മുന്നറിയിപ്പ് ദൈവം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പണം വരുമ്പോൾ അഹങ്കാരം വരാൻ അനുവദിക്കരുത്, വിനയം കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യക്തത കൈവരും. ഒരു ബന്ധം കൂടുതൽ ഉറപ്പാകും, അല്ലെങ്കിൽ പൂർണ്ണമായി അവസാനിക്കും. പക്ഷെ അത് നിങ്ങളുടെ നല്ലതിനായിട്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വിവാഹം കാത്തിരിക്കുന്നവർക്ക് ഒരു നല്ല വാർത്ത ഉടൻ തന്നെ ഉണ്ടാകാം. വീട്ടിൽ ഒരു ആഘോഷാവതരണം ഉണ്ടാകാം, ഒരു സന്തോഷ വാർത്ത, ഒരു പുതിയ തുടക്കം. കുടുംബത്തിൽ നിങ്ങളെ ബഹുമാനിക്കപ്പെടും. സ്വർണ്ണചന്ദ്രപ്രഭ തിരഞ്ഞെടുത്തവർ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹത്തിലുള്ളവരാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം, എനിക്ക് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടോ? അതിൻ്റെ ഉത്തരമാണ് അതെ എന്നുള്ളത്. ഈ മാസം നിങ്ങൾക്ക് ഒരു ആഴത്തിലുള്ള ആത്മീയ അനുഭവം ഉണ്ടാകാം. ഒരു സ്വപ്നം, ഒരു അടയാളം, ഒരു ദൈവിക സൂചന, അത് സംഭവിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ആത്മീയ പരിഹാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തി പ്രാർത്ഥിക്കുക. സാധിക്കുന്നവർ അവിടെ പുഷ്പാർച്ചന നടത്തുക. അംബികായെ നമഃ എന്ന മന്ത്രം 51 പ്രാവശ്യം ജപിക്കുക. കഴിയുമെങ്കിൽ ഒരു ദിവസം ചുവപ്പ് വസ്ത്രം ധരിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആവേശത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ്. വിജയ സമയത്ത് വിനയം പാലിക്കുക. പഴയ ശത്രുക്കളോട് ജാഗ്രത പാലിക്കുക. ഈ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ദൈവത്തിന്റെ അന്തിമ സന്ദേശമായിട്ട് പറയുന്നത്, നിങ്ങൾ ഇനി സാധാരണ ജീവിതത്തിലേക്ക് തിരികെ പോകില്ല. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തുടങ്ങും. നിങ്ങൾ കൂടുതൽ ശക്തനാകും, കൂടുതൽ ആത്മവിശ്വാസമുള്ള ഒരാളായിത്തീരും, കൂടുതൽ ദൈവവിശ്വാസമുള്ള ഒരാളായി മാറും എന്നുള്ളതാണ്. സ്വർണ്ണചന്ദ്രപ്രഭ പറയുന്നത് ഒറ്റ കാര്യമാണ്: നിന്റെ സമയം തുടങ്ങി, നീ കാത്തിരുന്നത് അവസാനിച്ചു, ഇനി നീ നടക്കും, ഇനി നീ ഉയരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3ാമത്തെ ചന്ദ്രപ്രഭ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഈ സന്ദേശത്തിന്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ദേവിയെ രക്ഷിക്കണമേ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ സന്ദേശങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.